ഹായ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിൽ നമ്പർ ഓഫ് മെഷീൻസ്. അപ്പോൾ നമുക്കിപ്പം ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് 2 മെഷീൻസ്, n ജോബ്സ് ആൻഡ് 2 മെഷീൻസ് ആണ് നമ്മുടെ സിലബസിലെ ഫസ്റ്റ് കണ്ടീഷൻ. അതുപോലെ 10 മെഷീൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 2 മെഷീൻസ് ഉണ്ട്. അപ്പോൾ അതിലെന്ത് ചെയ്യണം? ജോബ്സ് പെർഫോം ചെയ്യണം. അപ്പോൾ ജോബ്സ് പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ ആ ടൈമിങ് എന്ത് വേണം? അതിന് പറയുന്നതെന്ന് പറഞ്ഞാൽ ടോട്ടൽ എലാപ്സ്ഡ് ടൈമാണ്. ടോട്ടൽ എലാപ്സ്ഡ് ടൈം. അപ്പോൾ സീക്വൻസിങ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന മെത്തേഡ്സാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമുക്കിതിൽ പറഞ്ഞിട്ടുള്ളത് ഒരു പബ്ലിഷർക്ക് 5 ബുക്സ്. അപ്പോൾ അത് പ്രിൻ്റ് ചെയ്യണം, ബൈൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് ചെയ്തിട്ടാണ് ബൈൻഡ് ചെയ്യുക. അപ്പോൾ ആദ്യം പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് മെഷീൻ, ദെൻ ബൈൻഡിങ് എന്ന് പറയുന്നത് സെക്കൻഡ് മെഷീനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഒരു ജോബ് കഴിഞ്ഞിട്ടാകുമ്പോഴാണ് മറ്റേ രണ്ടാമത്തെ ജോബ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ തിയറി നിങ്ങളൊന്ന് വായിച്ച് നോക്കണം ഇതിൽ. അതുപോലെ തന്നെ സീക്വൻസിങ് പ്രോബ്ലംസ്, അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എ സീക്വൻസിങ് പ്രോബ്ലം ഈസ് എ പ്രോബ്ലം ഓഫ് ഡിറ്റർമൈനിങ് ആൻ അപ്രോപ്രിയേറ്റ് ഓർഡർ ഫോർ എ സീരീസ് ഓഫ് ജോബ്സ് ടു ബി ഡൺ ഓൺ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സർവീസ് ഫെസിലിറ്റീസ് so as to minimize the total time taken for finishing all the jobs. The selection of an appropriate order is called sequencing. അതായത് നമ്മുടെ എന്താ പറയുക, ടോട്ടൽ ടൈം കുറച്ചുകൊണ്ട്, അതായത് മിനിമൈസ് ചെയ്തുകൊണ്ട് നമ്മളെ എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം സപ്പോസ് ഇപ്പം ഒരു മെഷീൻ എ വർക്ക് ചെയ്യുമ്പം ദെൻ ആ ഒരു മെഷീൻ എയിൽ വർക്ക് ചെയ്യുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടാകുമ്പോഴാണ് മെഷീൻ ബിക്ക് വർക്ക് ചെയ്യാനാവുക. അപ്പോൾ അതുവരെ മെഷീൻ ബി എന്ന് പറയുന്നത് ഐഡിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഐഡിൽ ടൈം കുറച്ചുകൊണ്ട് രണ്ടും ഇങ്ങനെ ഐഡിൽ ടൈം വരും എന്നാലും 2 മെഷീൻസും അതിൻ്റെ ഓവറോൾ പെർഫോമൻസ് ഐഡിൽ ടൈം കുറച്ച് കൊണ്ട് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യും, അതിൻ്റെ മിനിമം അതായത് എലാപ്സ്ഡ് ടൈം എന്ന് പറയുന്നത് കുറയൂ. മിനിമം ടൈം സെലക്ട് ചെയ്യാൻ പറ്റും. സീക്വൻസിങ് പ്രോബ്ലം ഇസ് എ പ്രോബ്ലം ഓഫ് ഡിറ്റർമൈനിങ് ആൻ അപ്രോപ്രിയേറ്റ് ഓർഡർ ഫോർ എ സീരീസ് ഓഫ് ജോബ്സ്. അതായത് ഒരു സീരീസ് ഓഫ് ജോബ്സ് നമുക്ക് അത് എന്താ പറയുക, ഫൈനൈറ്റ് നമ്പർ ഓഫ് സർവീസസ് സോ ആസ് ടു മിനിമൈസ് ദി ടോട്ടൽ ടൈം ടേക്കൺ ഫോർ ഫിനിഷിങ് ഓൾ ദി ജോബ്സ്. ഇത് എല്ലാ ജോബ്സും ഫിനിഷ് ചെയ്യുന്ന ടൈം, ആ ടോട്ടൽ ടൈം മിനിമൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ജോബ്സ് സീക്വൻസ് ചെയ്യണം. അതിൻ്റെ ഒരു സീക്വൻസിങ് ഓർഡറിൽ ഒരു സീരീസ് ഓഫ് ഓർഡറിൽ ജോബ്സ് പെർഫോം ചെയ്ത് ടോട്ടൽ ടൈം, അതായത് എലാപ്സ്ഡ് ടൈം മിനിമൈസ് ചെയ്യുന്ന വിധത്തിലാണ് എന്ത് ചെയ്യുക, നമ്മളത് സീക്വൻസ് ചെയ്യുന്നത്. അതുപോലെ ഈ അപ്രോപ്രിയേറ്റ് ഓർഡറിൽ നമ്മൾ സീക്വൻസ് അറേഞ്ച് ചെയ്യുന്നതിനെ പറയുക സീക്വൻസിങ് എന്ന് പറയുക. അപ്രോപ്രിയേറ്റ് ഓർഡറിൽ ആ സീരീസ് ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ പറയുക, ഏറ്റവും കൂടുതൽ വർക്ക് ടൈം എടുക്കുന്നത്, ഇപ്പം ഒരു ജോബിന് മെഷീൻ എയിൽ 5 hours വേണമെന്ന് വെച്ചോ. അപ്പോൾ ഈ 5 hours വരെ എന്ത് ചെയ്യണം? മെഷീൻ ബി എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം, അല്ലേ? മെഷീൻ ബി അത് ഐഡിൽ ടൈം ആയിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ് ജോബ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഏറ്റവും മിനിമം ജോബ് ഏതാണോ, ഏറ്റവും മിനിമം അവേഴ്സ് സെലക്ട് ചെയ്യുന്ന ജോബ് പെർഫോം ചെയ്യുന്ന ജോബ് ഏതാണോ അതായിരിക്കണം നമ്മൾ ഫസ്റ്റ് ജോബായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിന് കുറേ അസംഷൻസ് ഉണ്ട്. ഓൺലി 1 ഓപ്പറേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ഓൺ എ മെഷീൻ അറ്റ് എ ടൈം. ഒരു മെഷീനിൽ ഒറ്റ ഓപ്പറേഷൻ മാത്രമേ പെർഫോം ചെയ്യൂ. പിന്നെ അതുപോലെ ഒരു പെർഫോമൻസ്, അതായത് ഒരു ഓപ്പറേഷൻ ചെയ്ത് തീരുന്നവരെ സെക്കൻഡ് മെഷീൻ എന്തായിരിക്കും? വെയിറ്റ് ചെയ്യും. ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്തത് സ്റ്റാർട്ട് ചെയ്യൂ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോസസ്സിങ് ടൈം നമുക്ക് ഓൾറെഡി ആ ജോബിന് എത്ര ടൈം വേണമെന്നുണ്ടാവും, അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല.
ദെൻ അതുപോലെ ഒരു സ്റ്റാർട്ട് ചെയ്ത ജോബ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ജോബ് സ്റ്റാർട്ട് ചെയ്യൂ. ദെൻ ഓൺലി 1 മെഷീൻ ഓഫ് ഈച്ച് ടൈപ്പ് ഈസ് അവൈലബിൾ. അറ്റ് എ ടൈം നമുക്കൊരു മെഷീനാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ദെൻ നെക്സ്റ്റ് ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ആദ്യം തുടങ്ങിയ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യും. ആദ്യം തുടങ്ങിയ ജോബ് കംപ്ലീറ്റ് ചെയ്യും. ദെൻ അതുപോലെ ടൈപ്സ് ഓഫ് സീക്വൻസിങ് പ്രോബ്ലം, n ജോബ്സ് വിത്ത് 2 മെഷീൻസ്, അതുപോലെ n ജോബ്സ് 3 മെഷീൻസ്, ദെൻ അതുപോലെ n ജോബ്സ് പ്രോസസ്ഡ് ഓൺ m മെഷീൻസ് ഉണ്ട്. അതുപോലെ ടോട്ടൽ എലാപ്സ്ഡ് ടൈം. ടോട്ടൽ എലാപ്സ്ഡ് ടൈം എന്ന് പറഞ്ഞാൽ ടൈം ബിറ്റ്വീൻ സ്റ്റാർട്ടിങ് ദി ഫസ്റ്റ് ജോബ് ആൻഡ് കംപ്ലീറ്റിംഗ് ദി ലാസ്റ്റ് ജോബ്. ഫസ്റ്റ് ജോബ് തൊട്ട് ലാസ്റ്റ് ജോബ് വരെ, ഫസ്റ്റ് ജോബിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ലാസ്റ്റ് ജോബിൽ എൻഡ് ചെയ്യുന്ന വരെയുള്ള ടൈമാണ് നമ്മുടെ എലാപ്സ്ഡ്, ടോട്ടൽ എലാപ്സ്ഡ് ടൈം. ദെൻ ഐഡിൽ ടൈം എന്ന് പറയുന്നത് മെഷീൻ റിമൈൻസ് ഐഡിൽ ഡ്യൂറിങ് ദി ടോട്ടൽ എലാപ്സ്ഡ് ടൈം. അതായത് ടോട്ടൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ മെഷീൻ ഏത് ടൈമിലാണോ ഐഡിലായിട്ട് ഉണ്ടാവുന്നത്, അതായത് വർക്കില്ലാണ്ട് ഐഡിലായി നിൽക്കുന്ന ആ ടൈമാണ് ഐഡിൽ ടൈം. ദെൻ അതുപോലെ തന്നെ സീക്വൻസിങ് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പം ഡിറ്റർമൈനിങ് ഒപ്റ്റിമൽ സീക്വൻസ്. ദെൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒപ്റ്റിമൽ സീക്വൻസ് ആദ്യം ഫൈൻഡ് ചെയ്യണം. ദെൻ മിനിമം ടോട്ടൽ എലാപ്സ്ഡ് ടൈം ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ അതുപോലെ തന്നെ മെഷീൻസിൻ്റെ ഐഡിൽ ടൈംസ്. ഇത് മൂന്നുമാണ് നമ്മൾ സീക്വൻസിങ് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പം ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഒപ്റ്റിമൽ സീക്വൻസ് ഫൈൻഡ് ചെയ്യണം, ദെൻ മിനിമൽ ടോട്ടൽ എലാപ്സ്ഡ് ടൈം, ദെൻ ഐഡിൽ ടൈം. അപ്പോൾ എലാപ്സ്ഡ് ടൈം, ഐഡിൽ ടൈം, ദെൻ ഒപ്റ്റിമൽ സീക്വൻസ്. ഇത് മൂന്നും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. Then first one, problems with n jobs and 2 machines. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ. ഒരു 3 ജോബ്സ്, 5 ജോബ്സ് ആൻഡ് 2 മെഷീൻസ്. അപ്പോൾ നമ്മൾ n=5 ആണ്, 5 ജോബ്സ് ആണുള്ളത്. അപ്പോൾ ടൈം ഓൺ മെഷീൻ എ ആണ് ഫസ്റ്റ് ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ ടൈം ഓൺ മെഷീൻ ബി ആണ് സെക്കൻഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വി ഹാവ് 5 ജോബ്സ് ദെൻ വിത്ത് 2 മെഷീൻസ്. ദെൻ നമുക്ക് തന്നതെന്ന് പറഞ്ഞാൽ പ്രോസസ്സിങ് ടൈം ഇൻ അവേഴ്സ്. പ്രോസസ്സിങ് ടൈം ഇൻ അവേഴ്സാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം ആ ഒപ്റ്റിമൽ ജോബ് സീക്വൻസ് ഫൈൻഡ് ചെയ്യണം. ഒപ്റ്റിമൽ ജോബ് സീക്വൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഒപ്റ്റിമൽ ജോബ് സീക്വൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്കിവിടെ 5 ജോബ്സ് ആയില്ലേ. അപ്പോൾ 5 ജോബ്സിന് ഒരു ടേബിൾ വരയ്ക്കുക. അപ്പോൾ നമ്മൾ 5 ജോബ്സ് ആയില്ലേ. അപ്പോൾ ഏത് ഫസ്റ്റ് നടക്കും ലാസ്റ്റ് ആ ഒരു സീക്വൻസ്, ഒപ്റ്റിമൽ ജോബ് സീക്വൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ഈ ടേബിൾ ആദ്യം വരയ്ക്കുന്നത്. ദെൻ ഇതിൽ നമ്മൾ ഏതാണോ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിൽ ഇത്ര അവേഴ്സാണ്, 5 hours, 1 hour, 9 hours, അതിൻ്റെ ജോബ് ടൈമാണ്, ജോബ് പ്രോസസ് ചെയ്യാനുള്ള ടൈം. അപ്പോൾ നമുക്കിതിൽ മിനിമം എന്ന് പറയുന്നത് നമുക്ക് ഈ 1 ആണെന്നല്ലേ. ഈ തന്ന ഈ മെഷീൻ എ, ടൈം ഓൺ മെഷീൻ എ, ടൈം ഓൺ മെഷീൻ ബി, ഇത് ജോബ് നമ്പേഴ്സാണ്, ഇത് അവേഴ്സ് അല്ല, ഇത് ജോബ് നമ്പേഴ്സാണ്. അപ്പോൾ ടൈം ഓൺ മെഷീൻ എയിലെ 1 ആണ് ഏറ്റവും മിനിമം. അതുപോലെ തന്നെ നമ്മൾ മെഷീൻ എ ആൻഡ് മെഷീൻ ബി ഉണ്ട്. അപ്പോൾ മെഷീൻ എ എന്ന് പറയുന്നത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും, മെഷീൻ ബി എന്ന് പറയുന്നത് ലാസ്റ്റ് നിന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ജോബ്സ് സീക്വൻസ് ചെയ്യുമ്പോൾ. അപ്പോൾ എന്നുള്ളത് എയിലാണ് ഏറ്റവും മിനിമം ജോബുള്ളത്, 1 ഉള്ളത്. അപ്പോൾ ആ 1 ഉള്ളത് ജോബ് നമ്പർ എന്ന് പറഞ്ഞത് 2 ആണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ആ ജോബ് 2 ഫസ്റ്റിൽ എഴുതും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പെർഫോം ചെയ്യുന്നത് മെഷീൻ എയിലെ ജോബ് 2 ആണ്. ദെൻ എന്ത് ചെയ്യും? ഇത് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് ബാക്കി ക്യാൻസൽ ചെയ്യും.
ഈ ജോബ്സ് ഇത് ക്രോസ് ചെയ്യും. നമ്മൾ ക്രോസ് ചെയ്ത് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ഒരു ക്രോസ് കൊടുക്കുക. ദെൻ അപ്പോൾ ഒരിക്കൽ ക്യാൻസൽ ചെയ്ത് ജോബ് പിന്നെ സ്റ്റാർട്ട് ചെയ്യില്ല. ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വാല്യൂ സീക്വൻസ് ചെയ്യുമ്പോൾ ഈ വാല്യൂസ് എടുക്കില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം നമ്മൾ? നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മിനിമം വാല്യൂ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ 2 ആണല്ലേ. ഏറ്റവും മിനിമം എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഈ 2 വരുന്നത് മെഷീൻ ബിയിലാണ്. അപ്പോൾ ബിയിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലാസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ മെഷീൻ ബിയിൽ വരുന്ന 2 hours എന്നുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ജോബ് 1 ആണ്. അപ്പോൾ ഈ 2 അല്ല നമ്മൾ എടുത്തെഴുതേണ്ടത്, ഏതാണോ ജോബ് ആ ജോബ് നമ്പറാണ് എടുത്തെഴുതേണ്ടത്. അപ്പം എന്ത് ചെയ്യും? ഇതിൻ്റെ എൻഡിൽ നമ്മൾ 1 എഴുതും, ജോബ് 1 എഴുതും. അപ്പോൾ ദെൻ ഇത് ക്രോസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഇത് 3 ആണ്. 3 എന്ന് പറയുന്നത് ജോബ് 4. മെഷീൻ എ വരുമ്പോൾ നമ്മൾ ഫസ്റ്റിൽ എഴുതും. ഫസ്റ്റിൽ ഒരു വാല്യൂ വന്നു മെഷീൻ എയിൽ. ദെൻ ജോബ് 4. നമ്മൾ ഈ 3 അല്ല എഴുതേണ്ടത്, ഇത് മാറിപ്പോരുത്. ജോബ് ഏതാണോ ജോബ് നമ്പർ ആ ജോബ് നമ്പർ. ദെൻ ആ കോളം ക്രോസ് ചെയ്തു, ആ ജോബ്സ് ക്രോസ് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ദെൻ നെക്സ്റ്റ് മിനിമം എന്ന് പറയുന്നത് 4. ദെൻ 4 എന്ന് പറയുന്നത് മെഷീൻ ബിയിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ആയിരിക്കും എഴുതുക. ദെൻ മെഷീൻ ബിയിൽ 5th ജോബ് 5. അപ്പോൾ ബാക്കി ക്രോസ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ബാക്കിയെല്ലാം ക്രോസ് ചെയ്തു. ഈ 7. അപ്പോൾ 7 എന്ന് പറയുന്നത് ജോബ് 3. ജോബ് 3ൽ 7 ബാക്കി ക്രോസ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന സീക്വൻസ് 2 4 3 5 1. അപ്പോൾ 2 4 3 5 1 ഈ ഓർഡറിലാണ്. ഫസ്റ്റ് സെക്കൻഡ് ജോബ്, ദെൻ 4th ജോബ്, ദെൻ 3rd ജോബ്, ദെൻ 5th ജോബ് ആൻഡ് ഫസ്റ്റ് ജോബ്. ഇതാണ് നമ്മൾ ഒപ്റ്റിമൽ സീക്വൻസ് എന്ന് പറയുന്നത്. ഒപ്റ്റിമൽ ജോബ് സീക്വൻസ് ഈ ഓർഡറിലാണ് നമ്മൾ ജോബ്സ് പെർഫോം ചെയ്യുക. ഒപ്റ്റിമൽ ജോബ് സീക്വൻസ്. ഇപ്പോൾ നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേഷൻ ഓഫ് എലാപ്സ്ഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ജോബ് ആ സീക്വൻസിൽ എഴുതുക. നമുക്ക് ഒപ്റ്റിമൽ സീക്വൻസ് കിട്ടി 2 4 3 5 ആൻഡ് 1. ദെൻ മെഷീൻ എ ആൻഡ് മെഷീൻ ബി. ഫസ്റ്റ് നമ്മൾ മെഷീൻ എ കാണും. മെഷീൻ എയിൽ ടൈം ഇൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ടിങ്. അപ്പോൾ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 0ൽ സ്റ്റാർട്ട് ചെയ്യും. ദെൻ സെക്കൻഡ് ജോബ് മെഷീൻ എ എന്ന് പറയുന്നത് 1 ആണ്. മെഷീൻ എയിൽ സെക്കൻഡ് ജോബിൻ്റെ അവർ 1 hour ആണ്. അപ്പോൾ 1 hour. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ടൈം പ്ലസ് എത്ര അവേഴ്സ് വേണോ ആ ടൈം അത് ആഡ് ചെയ്യുക. അപ്പോൾ 0 + 1 = ടൈം ഔട്ട് എന്ന് പറയുന്നത് 1. ദെൻ നെക്സ്റ്റ് ജോബിൽ നമ്മൾ ടൈം ഇൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ദെൻ 1 + 4th ജോബ് മെഷീൻ എയിൽ അതിൻ്റെ അവേഴ്സ് എന്ന് പറയുമ്പോൾ 3 hours ആണ്. അപ്പോൾ 3 hours ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ടൈം എന്ന് പറയുന്നത് 1 ആണ്. 1 + 3. അപ്പോൾ 1 + 3 = 4. ആ 4 എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ 1 സ്റ്റാർട്ടിങ് ടൈം പ്ലസ് 4th ജോബ് എന്ന് പറയുന്നത് 3 hours ആണ്. 1 + 3 4 hours. ദെൻ നെക്സ്റ്റ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പം ടൈം ഔട്ട് എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ നെക്സ്റ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4ലായിരിക്കും. അപ്പോൾ 4 പ്ലസ് ദെൻ തേർഡ് ജോബ് എന്ന് പറയുന്നത് മെഷീൻ എയിൽ 9 hours ആണ്. തേർഡ് ജോബിൽ മെഷീൻ എയിൽ 9 hours ആണ് വേണ്ടത്. അപ്പോൾ 9 hours. അപ്പോൾ നമുക്കിവിടെ വരും 4 + 9 = 13 hours. ദെൻ 5th ജോബ് എന്ന് പറയുന്നത് 13ൽ സ്റ്റാർട്ട് ചെയ്യും. 5th ജോബ് ഇവിടെ 10 hours ആണ്. അപ്പോൾ 13 + 10 = 23. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത് മെഷീൻ എ 5 ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ടൈം എന്ന് പറയുമ്പോൾ 23. ഒരു ജോബ് കഴിഞ്ഞാൽ മാത്രമേ നെക്സ്റ്റ് ജോബ് സ്റ്റാർട്ട് ചെയ്യൂ. അപ്പോൾ 23 + 5 ആണ് വരിക. ഇവിടെ ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത് ജോബ് 1ൻ്റെ അവേഴ്സ് 5 ആണ്. അപ്പോൾ 23 + 5 28 വരും. 28. അപ്പോൾ മെഷീൻ എൻ്റെത് നമുക്ക് കിട്ടി. ദെൻ അതുപോലെ മെഷീൻ
മെഷീൻ ബീൻ്റെ സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ 1 ആണ്. സ്റ്റാർട്ടിംഗ് ടൈം 1, ദെൻ 1. അപ്പോൾ സെക്കൻഡ് ജോബ് കംപ്ലീറ്റ് ചെയ്യുന്നത് 1-ലാണ്. അപ്പോൾ സെക്കൻഡ് ജോബ് 1-ൽ കംപ്ലീറ്റ് ചെയ്തു. ദെൻ സെക്കൻഡ് ജോബിൽ ബി എന്ന് പറയുന്നത് മെഷീൻ ബീൻ്റെ അവേഴ്സ്. സെക്കൻഡ് ജോബിൽ മെഷീൻ ബീൻ്റെ അവേഴ്സ് 6 ആണല്ലേ. ഈ 6 ആണ് എടുക്കേണ്ടത്. അപ്പോൾ 1 + 6, അപ്പോൾ 7 അവേഴ്സ് വരും. ദെൻ നെക്സ്റ്റ് തന്നെ ഇതെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇവിടെ മെഷീൻ എയിൻ്റെ ഔട്ട് ടൈമിനെക്കാട്ടിയും കൂടുതലായിരിക്കണം മെഷീൻ ബീൻ്റെ ഔട്ട് ടൈം. അത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐഡിൽ ടൈം വരും. അപ്പോൾ ആ കേസ് വരുമ്പോൾ പറയാം. ഇപ്പോൾ ഇവിടെ 4-നെക്കാട്ടി കൂടുതൽ തന്നെയാണ് 7. അപ്പോൾ സെക്കൻഡ് ജോബ് നമുക്ക് 7-ൽ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ 7 + ഫോർത്ത് ജോബിൽ മെഷീൻ ബി 8 ആണ്. 7 + 8 ദാറ്റ്സ് ഈക്വൽ ടു 15 വരും. ദെൻ നെക്സ്റ്റ് ഇവിടെ 13-നെക്കാട്ടിയും കൂടുതൽ തന്നെയാണ്. അപ്പോൾ മെഷീൻ ബി നമുക്ക് 15-ൽ സ്റ്റാർട്ട് ചെയ്യും നെക്സ്റ്റ് ജോബ്. ഇപ്പോൾ 15 എന്ന് പറയുന്നത് തേർഡ് ജോബിലാണ്. തേർഡ് ജോബിൽ 15 പ്ലസ് തേർഡ് ജോബ് എന്ന് പറയുന്നത് ബി മെഷീൻ ബീൻ്റെത് 7 അവേഴ്സാണ്. അപ്പോൾ 15 + 7 വരും. ദെൻ 22. ദെൻ നെക്സ്റ്റ് കേസിൽ ഇവിടെ 22 ഈ മെഷീൻ അതായത് മെഷീൻ എൻ്റെ ടൈം ഔട്ടിനെക്കാട്ടിയും ചെറിയ വാല്യൂ ആണ് മെഷീൻ ബി. അപ്പോൾ ഈ 23-നെക്കാട്ടിയും ചെറിയ വാല്യൂ നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ പ്രോസസ്സ് ബി അതായത് മെഷീൻ ബിക്ക് അടുത്ത പ്രോസസ്സ് ചെയ്യാൻ പറ്റൂ, അടുത്ത ജോബ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ ഒരു ഐഡിൽ ടൈം വരും. മെഷീൻ ബി എന്ത് ചെയ്യണം, ഒരു 1 അവർ. ഇപ്പോൾ 23 ആകുമ്പോൾ ഈ മെഷീൻ എയിൽ ജോബ് ഫ്രീ ആവും. അപ്പോൾ അറ്റ് എ ടൈം ഒരു ജോബാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു അവർ എന്ത് ചെയ്യണം, ഈ 22-ൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ബാക്കി 22 to 23 1 അവർ ആയില്ല. ആ 1 അവർ എന്തായിരിക്കും, മെഷീൻ ബി ഐഡിൽ ടൈം ആയിരിക്കും മെഷീൻ ബീൻ്റെ. ദെൻ നെക്സ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യുക ടൈം എന്ന് പറയുന്നത് 23 ആണ്. 23 ഫിഫ്ത്ത് ജോബ് എന്ന് പറയുന്നത് ബി 4 ആണ്. അപ്പോൾ 23 + 4 27 വരും. ദെൻ നെക്സ്റ്റ് കേസിലും ഇവിടെ 27-ൽ തീർന്നു. അപ്പോൾ ഇവിടെ എന്താ 28 ആണ്. അപ്പോൾ 1 മണിക്കൂർ ഐഡിൽ ടൈം വരും. ദെൻ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുക 28 പ്ലസ് ഫസ്റ്റ് ജോബിൽ മെഷീൻ ബീൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ ഇത് ഇവിടെ എന്ത് വരും, 28 + 2 30 വരും. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഈ മെഷീൻ എൻ്റെ ടൈം ഔട്ട് മെഷീൻ ബീൻ്റെ ടൈം ഇന്നിനെക്കാട്ടിയും ചെറുതായിരിക്കണം. മനസ്സിലായില്ലേ? സെയിം ജോബിൽ മെഷീൻ എൻ്റെ ടൈം ഔട്ട് എന്ന് പറയുന്നത് മെഷീൻ ബീൻ്റെ ടൈം ഇന്നിനെക്കാട്ടിയും ചെറുതായിരിക്കണം. ദെൻ അല്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ, ദെൻ അങ്ങനെയുള്ള കേസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ദെൻ ഇതിൻ്റെ നെക്സ്റ്റ് ഏതാണോ ആ ടൈമിന് വരെ എന്ത് ചെയ്യണം, സിസ്റ്റം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇപ്പം ഇവിടെ 7 and 15-ൽ തീർന്നു. അപ്പോൾ 15-ൽ നെക്സ്റ്റ് 15 തന്നെ ടൈമിംഗ് എന്ന് പറയുന്നത് 15 ആണ്. ഇവിടെ ഈ മെഷീൻ എൻ്റെ ടൈം ഔട്ട് മെഷീൻ ബീൻ്റെ ടൈമിനെക്കാട്ടും ചെറുതാണ്, 13 ആയതുകൊണ്ട്. ദെൻ നെക്സ്റ്റ് കേസിൽ ഇവിടെ 22 അവേഴ്സ് ആകുമ്പോൾ ജോബ് തീർന്നു. പക്ഷേ ഇവിടെ ടൈം ഔട്ട് ആയിട്ടില്ല. പക്ഷേ മെഷീൻ എൻ്റെ ടൈം ഔട്ട് 23 ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ആ 1 മണിക്കൂർ ഇതിൻ്റെ ഐഡിൽ ടൈമാണ് 23 ആവും. ദെൻ അതുപോലെ തന്നെ ഇവിടെ മെഷീൻ എൻ്റെ വർക്ക് 28 അവേഴ്സിൽ കംപ്ലീറ്റ് ആയി. ബട്ട് മെഷീൻ ബീൻ്റെ വർക്ക് 30 അവേഴ്സിലാണ് കംപ്ലീറ്റ് ആവുക. അപ്പോൾ 2 അവേഴ്സ് ഡിഫറൻസ് വരും. അപ്പോൾ ടോട്ടൽ ലാപ്സ്ഡ് ടൈം ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, മെഷീൻ എ 2 അവേഴ്സ് എന്ത് വേണം, മെഷീൻ ബീനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ലാപ്സ്ഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 2 അവേഴ്സ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ടോട്ടൽ ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്കിതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ടോട്ടൽ ഐഡിൽ ടൈം എന്ന് പറയുന്നത് 30 അവേഴ്സ്. ടോട്ടൽ ലാപ്സ്ഡ് ടൈം എന്ന് പറയുന്നത് 30 അവേഴ്സാണ്. 30 അവേഴ്സ്.
ഐഡിൽ ടൈം ഫോർ മെഷീൻ എ എന്ന് പറയുന്നത് 2 hours ആണ്. ഐഡിൽ ടൈം ഫോർ മെഷീൻ എ എന്ന് പറയുന്നത് 2 hours ആണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു ടൈം എഴുതാൻ വിട്ടിട്ടുണ്ട്. ഇവിടെ എന്നാ മെഷീൻ ബി 1 hour ഐഡിൽ ടൈം, ഇത് 1ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 0-ലല്ല. മെഷീൻ എ 0-ൽ സ്റ്റാർട്ട് ചെയ്യും ഇത്. അപ്പോൾ 1 hour ഇവിടെയും ഇത് വെയിറ്റ് ചെയ്യുന്നുണ്ട് മെഷീൻ ബി. അപ്പോൾ ടോട്ടൽ ഐഡിൽ ടൈം ഫോർ എ എന്ന് പറയുന്നത് 2 hours ആൻഡ് ടോട്ടൽ ഐഡിൽ ടൈം ഫോർ മെഷീൻ ബി എന്ന് പറയുന്നത് 3 hours. ടോട്ടൽ എലാപ്സ്ഡ് ടൈം എന്ന് പറയുന്നത് 30 hours. 3 ആണ് വരിക. ഈ 3 വാല്യൂസാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് ഈ സീക്വൻസിങ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട മെത്തേഡ്.